നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അർദ്ധചക്രാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർക്ക് നടുവിന് നല്ല സുഖം അനുഭവപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവുന്നതാണ് വിശ്വാസം. കൃത്യമായിട്ട് ചെയ്ത ആൾക്കാർക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ഏത് നടുവേദനയും നമുക്ക് ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു യോഗാസനമാണ് അർദ്ധചക്രാസനം. അപ്പോൾ ഇന്ന് അർദ്ധചക്രാസനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. കാരണം എല്ലാ ആൾക്കാരിലും കാണുന്ന ഒരു വിഷമാണ് നടുവേദന. അത് സ്ഥിരമായിട്ടിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും അല്ല പറമ്പിപ്പണി എടുക്കുന്ന ആൾക്കാർക്കും അതിനൊരു പ്രധാന കാരണം നമ്മളെപ്പോഴും ഫോർവേഡ് ബെൻഡേ വരത്തുള്ളൂ, ബാക്ക്വേഡ് ബെൻഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്വേഡ് ബെൻഡായ അർദ്ധചക്രാസനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ആദ്യം ഞാനൊന്ന് കാണിക്കാം, അതിനുശേഷം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്നും ചെയ്യുക എന്നുള്ളതാണ് യോഗാസനയുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂ, അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും. അപ്പോൾ ആദ്യം കാണുക, അതിനുശേഷം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വശം സൈഡ് വശവും കാണത്തക്ക രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, ചെയ്തു നോക്കാം. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡ് എന്നുള്ള വ്യൂടെ നമുക്ക് നോക്കാം. ഞാൻ അർദ്ധചക്രാസനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാൽപ്പത്തികൾ ചേർത്ത് വെച്ചു. കൈകളുടെ 4 വിരൽ നമ്മുടെ നടുവിരൽ നട്ടലിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കത്തക്ക രീതിയിൽ, പെരുവിരൽ നമ്മുടെ 2 വശത്ത് വന്ന് നിൽക്കത്തക്ക രീതിയിൽ നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബെൻഡ് ചെയ്യുമ്പോൾ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് വളയുക. കാൽമുട്ട് മടങ്ങാതെ ശ്രദ്ധിക്കും. എത്ര പുറകോട്ട് വളയാമോ അത്രയും വളയും. എന്നിട്ട് അവിടെ ഹാൾട്ട് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് നിവരുക. പുറകോട്ട് ബെൻഡാകുമ്പോൾ ബെൻഡ് ചെയ്ത് ഹാൾട്ട് പൊസിഷനിൽ, അതായത് അതിൻ്റെ കംപ്ലീറ്റ് പോസ്റ്ററിലെത്തുമ്പോൾ പരമാവധി സമയം അത് അവരവരുടെ ശരീരപ്രകൃതി അനുസരിച്ചുണ്ടാവും. നിൽക്കുക, എന്നിട്ട് വേണം നിവർന്നു വരാൻ. ഇതാണ് നമ്മുടെ അർദ്ധചക്രാസനം. ഇനി സൈഡിലൂടെ ഒന്ന് നോക്കാം. കാൽ പത്തികൾ ചേർത്ത് വെച്ചു. 4 വിരലും ചേർത്ത് വെച്ചുകൊണ്ട് നട്ടലിൻ്റെ ഭാഗത്ത് നമ്മുടെ നടുക്കത്തെ വിരൽ വരത്തക്ക രീതിയിൽ, പെരുവിരലുകൾ 2 വശത്ത് വരത്തക്ക രീതിയിൽ പിടിച്ചു. ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് വളയുക. ഇവിടെ നമുക്ക് നോർമൽ ബ്രീത്തിങ്ങും ആവാം. ശ്വാസം പിടിച്ച് നിൽക്കണം എന്നില്ല. ഒരു ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നിവർന്നു വരിക. ഇത്രയുമാണ് അർദ്ധചക്രാസനം. അപ്പം നമ്മളൊരു ബാക്ക്വേർഡ് ബെൻഡാണ് ചെയ്തത്. അതിന് നമുക്ക് ഒരു കൗണ്ടറായിട്ട് നമുക്ക് ഒരു എക്സസൈസ് ചെയ്ത് തീർക്കുക. അതാണ് നല്ലത്. ശ്വാസം എടുത്ത് കൈ പൊക്കുക, ഒന്ന് മുന്നോട്ട് വളയുക. ഇത് 2 or 3 പ്രാവശ്യം ചെയ്താൽ അതിൻ്റെ ഒരു കൗണ്ടറായി. ഇത്രയും ചെയ്താൽ ചക്രാസനായി. നന്നായി ചെയ്ത് നോക്കുക.
നടുവേദനയ്ക്ക് വളരെ ആശ്വാസം കിട്ടും. മാത്രമല്ല അസുഖം വന്നിട്ടല്ല, നടുവേദന വരാതെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. ശരി, നമസ്തേ.